ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ ഇഗ്നോയുടെ ജൂൺ 2024 സെഷൻ എഴുതിയവരുടെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടുകൾ വരുന്നത് ഓരോ എക്സാമിൻ്റെയുമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഒരു സെൻറ്ററിൽ നിന്ന് എഴുതിയ ആൾക്കാരുടെ തന്നെ വ്യത്യസ്ത ഡേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ കുറേ പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാകും, കുറേ പേർക്ക് മാർക്ക് തീരെ 0 ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടും 0 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റീവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റിന് 750 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി വേണമെങ്കിൽ 100 റുപ്പീസും കൂടി കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് പലർക്കുമുള്ള ഡൗട്ടാണ് ഇഗ്നോയിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് ഒരു സബ്ജക്റ്റിന് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് അത് ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, നന്നായിട്ട് എഴുതണം എന്ന് തോന്നിയാൽ എഴുതുന്ന ഒരു എക്സാമാണ്. സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇംപ്രൂവ്മെൻ്റ് എക്സാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇഗ്നോയിൽ ഉണ്ടോ എന്നുള്ളതാണ് പലർക്കുമുള്ള ഡൗട്ട്. ഇഗ്നോയിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട്, എന്നാൽ അത് എല്ലാവർക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കില്ല. അതിന് ചില നിബന്ധനകളും എലിജിബിലിറ്റിയും കൂടിയുണ്ട്. അതായത് അവർ പറയുന്ന ചില ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് എന്തൊക്കെയാണ്, അതിനുള്ള ഫീസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിനുള്ള എലിജിബിലിറ്റിയാണ്. ആർക്കൊക്കെ ഈ ഇഗ്നോയുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് കൊടുക്കേണ്ടത് നമ്മളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ഇയർ ആയിട്ടുള്ള നമ്മളുടെ ബാച്ചിലർ ഡിഗ്രി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നവർക്കും മാത്രമാണ് ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ സാധിക്കുക. അത് തന്നെ എഴുതുന്നത് നമ്മളുടെ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും ഗ്രേഡ് കാർഡും ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിൽ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രിയിലെയും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരിലെയും എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ തന്നെ നമുക്ക് നമ്മളുടെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ ഓരോ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ക്ലാസ് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് 2% മാർക്കിൻ്റെയാണ് കുറവുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് 2% മാർക്കിൻ്റെ കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. 2%ൽ കൂടുതൽ വേണമെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിൾ അല്ല. അവർ 2% മാത്രമാണ് ഇവിടെ നമുക്ക് റൂൾസ് ആയിട്ട് പറയുന്നത്. ഏകദേശം 5 സബ്ജക്റ്റ് വരെയാണ് നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള 5 സബ്ജക്റ്റാണ് ഇതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ ഇതിൽ 750 റുപ്പീസാണ് നമുക്ക് ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ഫീ ആയിട്ട് വരുന്നത്. നമുക്ക് എല്ലാ സബ്ജക്റ്റും ഇതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ലാബ്, പ്രാക്ടിക്കൽ, ഇൻറ്റേൺഷിപ്പ് പോലെയുള്ള സബ്ജക്ട്സ് നമുക്ക് ഇംപ്രൂവ്മെൻറ്റിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ബാക്കിയുള്ള തിയറി പേപ്പേഴ്സാണ് നമുക്ക് ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എക്സാം റിസൾട്ട് പബ്ലിഷായി 6 മന്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് 6 മന്തിനുള്ളിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം വാലിഡിറ്റി, നമ്മളുടെ കോഴ്സിന് അത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തവണ ആ ഒരു എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി, ഇനി അതിൽ നമുക്ക് വല്ല ഇംപ്രൂവ്മെൻറ്റും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രേഡ് കാർഡിൽ വരുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള, ആദ്യം തന്നെ എഴുതിയിട്ട് വന്നിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിസൾട്ടോ ഏതാണ് കൂടുതലുള്ളത് ആ റിസൾട്ടായിരിക്കും നമുക്ക് നമ്മളുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റ്, നമ്മളുടെ ഫൈനൽ കാർഡിൽ ഉണ്ടായിരിക്കുക. നമ്മളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ ഡ്യൂറേഷൻ കഴിയുന്നുണ്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവേണ്ടത്.
ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ എൻവലപ്പിൽ എഴുതുക പ്ലീസ് മെൻഷൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇംപ്രൂവ്മെൻ്റ് ഇൻ ഡിവിഷൻ ഓർ ക്ലാസ് എന്ന് എൻവലപ്പിൽ പ്രത്യേകം എഴുതണം. അതുപോലെ തന്നെ ഇതിൽ അയക്കേണ്ടത് ഈ ഒരു എൻവലപ്പ് അയക്കേണ്ടത് ഒരു പ്രത്യേകതരം അഡ്രസ്സിലേക്കാണ്. To the Registrar, Student Evaluation Division, Indira Gandhi National Open University, Block 1-2, Maidan Garhi, New Delhi. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു എൻവലപ്പ് അയക്കേണ്ടത്. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയത് ജൂൺ 2024 എക്സാമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിസൾട്ട് വന്ന് ഏകദേശം നമുക്കിനി അടുത്ത എക്സാം എഴുതാൻ പറ്റുക, ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പറ്റുക ഈ ടേമിൻ്റെ എക്സാമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ടേമിൻ്റെ എക്സാം ഇനി ഡിസംബർ 2024 നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഒക്ടോബർ ടു 31 ഒക്ടോബർ വരെ ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതി ഇനി അതിന് ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 13 ഏപ്രിൽ അതിന് ഇടയ്ക്കായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അതിൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ സ്റ്റുഡൻറ്റ് സോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റ് സോണിലെ വിൻഡോസ് വരുമ്പോൾ അവിടെ ഒരുപാട് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കാണാം ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫോമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇംപ്രൂവ്മെൻ്റ് ഇൻ ഡിവിഷൻ ഓർ ക്ലാസ് എന്ന രീതിയിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ള ഒരു ഫോം കാണും. അപ്പോൾ ഇതിൽ ഇതാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ട ഫോം എന്ന് പറയുന്നത്. ഇതിൽ കാണാം ഫോം എപ്പോഴാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ നെയിം എഴുതുക, പ്രോഗ്രാം നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ എഴുതുക, അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ്, പിൻ നമ്പർ, നമ്മളുടെ കോൺടാക്റ്റ് നമ്പർ, ലാൻഡ് ലൈൻ നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്നതാണ് നമ്മൾ എപ്പോഴാണ് എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് ജൂൺ സെഷനാണോ ഡിസംബർ സെഷനാണോ പ്ലസ് അതിൻ്റെ ഇയറും കൂടി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്രേഡ് കാർഡിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള മാർക്കും അതുപോലെ അതിൻ്റെ പെർസെൻറ്റേജും നമ്മൾ എഴുതി കൊടുക്കുക. ഈ ഒരു ഫോമിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഗ്രേഡ് കാർഡ് കൂടി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ ഏത് കോഴ്സിനൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് ആ കോഴ്സ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കേണ്ടതാണ്. ഫീസ് എന്ന് പറയുന്നത് 750 റുപ്പീസാണ്. ഇത് എത്ര കോഴ്സിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് DD ആയിട്ടാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് നമ്മളുടെ സിറ്റി ടൗണും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അവസാനമായിട്ട് നമ്മളുടെ നെയിമും സൈനൊക്കെ ഇട്ടിട്ട് ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു എൻവലപ്പിലാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്